നമ്മൾ അന്ത്യകാലത്തെ പറ്റിയൊക്കെയും സംസാരിക്കുമ്പോൾ ഞാൻ സാധാരണയായി പറയുന്നൊരു കാര്യമാണ്, യേശു കർത്താവ് വേഗം വരാൻ പോവുകയാണെന്നും നമ്മൾ ഈ കാണുന്ന ഈ ലോകം ഇത് പുതുക്കപ്പെടാൻ പോവുകയാണെന്നും നിത്യത എന്ന് പറയുന്ന മണ്ഡലം മാത്രമേ എന്നേക്കും ശാശ്വതമായി ഉള്ളൂ എന്നും. അപ്പോൾ ചിലർ ചോദിച്ചിട്ടുണ്ട്, ഈ നമ്മൾ ഈ കാണുന്ന ഈ പ്രപഞ്ചം ശാശ്വതമല്ലയോ? ഈ കാണുന്നതൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് എന്നേക്കും മുന്നോട്ട് പോകത്തില്ലയോ എന്ന്. എന്താണ് യഥാർത്ഥത്തിൽ സയൻസും ഫിലോസഫിയും പറയുന്നത്? ഈ സന്ദേശത്തിൽ എന്തുകൊണ്ടാണ് പ്രപഞ്ചം ശാശ്വതമല്ലാതായിരിക്കുന്നതിനുള്ള 5 സയൻറ്റിഫിക് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവസാനം വരെ കാണുമെങ്കിൽ 6ാമത്തെ ഒരു ബോണസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യവും കൂടെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തു തരാം. ഹലോ, ഐ എം ജോർജി മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റർ ടു എറ്റേണിറ്റി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചം ശാശ്വതമല്ലാതായിരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നതനുസരിച്ച് ഈ നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തിലെ ഉപയോഗിക്കപ്പെടാൻ പറ്റുന്ന എനർജി ഗ്രാജ്വലി റണ്ണിങ് ഔട്ടാണ്, അതായത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചം ശാശ്വതമായിരുന്നെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൽ കാണുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന എനർജി പണ്ടേ തീർന്നു പോയേനെ. അപ്പോൾ അത് സംഭവിക്കാത്തത് കൊണ്ട് ഈ പ്രപഞ്ചത്തിന് ഒരു ഉത്ഭവമുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിൽ നിന്ന് എങ്ങനെയാണ് പ്രപഞ്ചത്തിന് ഒരു ഉത്ഭവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ തെളിയിക്കാൻ പറ്റുന്നത്? അവിടെയാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നതിനനുസരിച്ച് ഈ പ്രപഞ്ചത്തിലെ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജിയുടെ ടോട്ടലായിട്ടുള്ള അളവ് കോൺസ്റ്റൻ്റ് ആണ്. അതിനെ കൂട്ടാനോ അതിലേക്ക് കൂട്ടാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ സാധിക്കില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് ഒരു പരിമിതമായിട്ടുള്ള അളവേ ഉള്ളൂ എനർജി. അപ്പം നിങ്ങളിതൊന്ന് ഉദാഹരണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങളുടെ വാഹനത്തിന് നിങ്ങൾ ഇന്ധനം ഒഴിക്കുന്നു, അത് പരിമിതമായിട്ടുള്ള ഒരു അളവിലാണ് ഇന്ധനം. അതാണ് ഫസ്റ്റ് ലോ. പക്ഷേ നിങ്ങളുടെ വാഹനത്തെ നിങ്ങൾ ഓടിക്കുമ്പോഴെല്ലാം അത് ഈ ഇന്ധനം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ സെക്കൻഡ് ലോ. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, നിങ്ങളുടെ വാഹനം നിങ്ങൾ മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ടാക്കി ഇട്ടിരുന്നെങ്കിൽ ഇപ്പോഴും അത് ഓടിക്കൊണ്ടിരിക്കുമോ? അതിൻ്റെ എഞ്ചിൻ ഓടിക്കൊണ്ടിരിക്കുമോ? ഒരിക്കലുമില്ല. അതിൻ്റെ ഇന്ധനം പണ്ട് തന്നെ തീർന്നു പോയി കാണണം. അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യവും. ഈ പ്രപഞ്ചം എന്നേക്കും ഇങ്ങനെ ശാശ്വതമായി നിലനിൽക്കുകയായിരുന്നെങ്കിൽ അതിൻ്റെ ആ എനർജി പണ്ട് തന്നെ തീർന്നു പോയേനെ. അപ്പോൾ പരിമിതമായിട്ടുള്ള ഒരു ഭൂതകാലത്തിൽ ഈ പ്രപഞ്ചം അതിനൊരു തുടക്കമുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ശാശ്വതമല്ല, അതിനൊരു ഉത്ഭവമുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യമാണ്, ദ യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്. ഈ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹബിള് തന്നെ കണ്ടത് നമ്മുടെ അടുത്തു നിന്നും ഗാലക്സികൾ മാറിപ്പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതവർ മനസ്സിലാക്കിയത് ലൈറ്റിൻ്റെ റെഡ് ഷിഫ്റ്റിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഈ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ നമ്മൾ പുറകോട്ട് നമ്മൾ ട്രേസ് ചെയ്ത് പോവുകയാണെങ്കിൽ സ്പേസ്, ടൈം, മാറ്റർ, എനർജി, അതായത് സ്ഥലം, സമയം, ദ്രവ്യം, എനർജി, ഇതെല്ലാം കൂടെ ചെന്ന് കൺവേർജ് ചെയ്ത് ഒരൊറ്റ പോയിന്റിലേക്ക് ചെന്നെത്തും. ആ പോയിന്റിൽ ചെന്നെത്തുമ്പോൾ നമുക്കറിയാവുന്ന ലോസ് ഓഫ് ഫിസിക്സിൻ്റെ നിയമങ്ങളെല്ലാം തന്നെ ബ്രേക്ക് ഡൗൺ ആവും. അതുകൊണ്ട് പ്രപഞ്ചത്തിന് ഒരു ഉത്ഭവമുണ്ട്. സ്പേസും ടൈമും, അതായത് സ്ഥലവും സമയവും, അവ ഒരുമിച്ച് ഒരു സമയത്ത് ഉണ്ടാക്കപ്പെട്ടവയാണ്. ഇനിയിപ്പോൾ മൂന്നാമത്തെയാണ് ദ റേഡിയേഷൻ ഫ്രം ദ ബിഗ് ബാങ്. ഈ പ്രപഞ്ചം തുടങ്ങിയത് ചൂടായിട്ടുള്ള, ഡെൻസായിട്ടുള്ള, കട്ടിയായിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിന്നാണെങ്കിൽ നമുക്കിപ്പോഴും അതിൻ്റെ അവശിഷ്ടമായിട്ടുള്ള ലെഫ്റ്റ് ഓവർ ഹീറ്റ്, ആ ചൂട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് അത് തന്നെയാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചത്. 1965 പെൻസിയാസും വിൽസണും ഇത് അബദ്ധവശാൽ കണ്ടുപിടിച്ചു. അതിന് അവർക്ക് പിന്നീട് ഫിസിക്സിൽ നോബൽ പ്രൈസുകളും ലഭിച്ചു. ടെക്നിക്കലി ഇതിനെ വിളിക്കുന്നത് കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. അതായത് ആദ്യത്തെ ആ പൊട്ടിത്തെറിയിൽ, അപ്പോഴാണല്ലോ എല്ലാം ഉണ്ടായത് എന്ന് പറയുന്നു, ആ പൊട്ടിത്തെറിയുടെ അവശിഷ്ടമായിട്ടുള്ള ആഫ്റ്റർ ഗ്ലോ ആയിട്ടുള്ള ലൈറ്റും ഹീറ്റും, വെളിച്ചവും ചൂടും, ആ ലൈറ്റ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കത്തില്ല. കാരണം അതിൻ്റെ ആ വേവ് ലെങ്ത് ഒത്തിരിയും അങ്ങ് സ്ട്രെച്ച് ആയിപ്പോയി. കാരണം ഈ യൂണിവേഴ്സ് എക്സ്പാൻഡിങ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്ന നിമിത്തം ആ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ഒത്തിരിയും സ്ട്രെച്ച് ആയിപ്പോയി, അത് ഒത്തിരിയും അങ്ങ് ഷോർട്ടായിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് പറഞ്ഞാൽ മൈക്രോവേവിലെയൊക്കെ അവൻ്റെ ഒക്കെ ആ വേവ് ലെങ്തിനെക്കാട്ടിലും ഒത്തിരിയും ഷോർട്ടായി പോയതുകൊണ്ട് തന്നെ അതിനെ ഇപ്പോൾ കാണാൻ സാധിക്കത്തില്ല. പക്ഷേ അതിൻ്റെ ചൂടിനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാം. അതാണ് ആ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചത്. ഇനി നാലാമത്തെയാണ് ദ ഗ്രേറ്റ് ഗാലക്സി സീഡ്സ്. ഇതെന്ന് പറയുന്നത് ടെമ്പറേച്ചർ വേരിയേഷൻസ്, താപനിലയിലുള്ള വ്യത്യാസങ്ങൾ. ഞാനിപ്പോൾ പറഞ്ഞല്ല റേഡിയേഷൻ ആഫ്റ്റർ ഗ്ലോ എന്ന്. അതിൻ്റെ താപനില വ്യത്യാസങ്ങൾ,
അതുകൊണ്ടാണ് ഗാലക്സികളും എല്ലാം തന്നെ ആദ്യത്തെ ആ സമയത്ത് യൂണിവേഴ്സിൽ ഉണ്ടായത്. 1989 നാസ $200 മില്യൺ വിലമതിക്കുന്ന ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തു. അതിൻ്റെ പേര് കോബ്, കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് എക്സ്പ്ലോറർ. അതിനെ ലോഞ്ച് ചെയ്തത് തന്നെ ഈ റേഡിയേഷൻ ആഫ്റ്റർ ഗ്ലോയുടെ ഈ ടെമ്പറേച്ചർ വേരിയേഷൻസ്, ഈ താപനിലയിലുള്ള വ്യത്യാസങ്ങളെ മെഷർ ചെയ്യുവാനാണ്. കോബ് ഇപ്രകാരമുള്ള വ്യത്യാസങ്ങളെ മാത്രമല്ല കണ്ടുപിടിച്ചത്, പക്ഷേ ശാസ്ത്രജ്ഞന്മാർ ആ കണ്ടുപിടിച്ച കാര്യങ്ങളിലെ കൃത്യതയെ കണ്ട് അതിശയിച്ചു പോയി. ആ താപനിലയിലുള്ള വ്യത്യാസങ്ങൾ കാണിച്ചത് ആ പ്രപഞ്ചത്തിൻ്റെ ആദ്യത്തെ സമയത്തുള്ള ആ പൊട്ടിത്തെറിയും അതിനുശേഷമുള്ള അതിൻ്റെ ആ ഒരു എക്സ്പാൻഷനും, അതുമാത്രമല്ല അതിനെ എത്രമാത്രം കൃത്യതയോടുകൂടിയാണ് ട്യൂൺ ചെയ്തിരിക്കുന്നതെന്നുള്ളത്, അതായത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. അതായത് ജസ്റ്റ് റൈറ്റ് മാറ്റർ, അതായത് ദ്രവ്യത്തിന് ഒരുമിച്ച് വന്ന് ഗാലക്സിയും സ്റ്റാറുകളുമൊക്കെ ഉണ്ടാകാൻ മാത്രമുള്ള ആ ഒരു വാല്യൂ. എന്നാൽ ഒത്തിരി കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സ് തിരിച്ച് ഉള്ളിലേക്ക് തന്നെ വീണ് കൊളാപ്സ് ചെയ്തു. അതായത് തിരിച്ച് അത് ആ പോയിന്റിലേക്ക് തന്നെ വീഴുകയും ചെയ്യും. വളരെ കൃത്യതയോടുകൂടിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. എന്തെങ്കിലും വാല്യൂ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കില്ല. അതിൻ്റെ ആ താപനിലയിലുള്ള വ്യത്യാസങ്ങളെന്ന് പറഞ്ഞാൽ 1 പാർട്ട് ഇൻ 100,000 അത്രമാത്രം കൃത്യതയ്ക്കാണ് സെറ്റായിരിക്കുന്നത്. ഓരോ ആ ടൈനി ടെമ്പറേച്ചർ വേരിയേഷൻസ്, ആ താപനിലയിലുള്ള വ്യത്യാസങ്ങൾ തന്നെ എങ്ങനെയായിരുന്നോ വേണ്ടിയിരുന്നത് ഈ യൂണിവേഴ്സ്, അതായത് ഈ പ്രപഞ്ചം ഉണ്ടായി സ്റ്റാറുകളും ഗാലക്സികളും ഒക്കെ ഉണ്ടാകുന്നതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള, അതിന് മാത്രമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് ആ വാല്യൂസിൽ ആ ശാസ്ത്രജ്ഞന്മാർ കണ്ടത്. അങ്ങനെ ഒരു കാര്യം ഇല്ലായിരുന്നെങ്കിൽ മാറ്റർ, അതായത് ദ്രവ്യം ഒരുമിച്ച് കൂടി വന്ന് ഗാലക്സികളും പ്ലാനറ്റുകളും ജീവൻ പോലും കാണുകയില്ലായിരുന്നു. 1992 ആ പ്രോജക്റ്റിൻ്റെ തലവൻ ജോർജ് സ്മൂട്ട് തന്നെ പറഞ്ഞത്, ഇതെല്ലാം ഫിംഗർ പ്രിൻറ്റ്സ് ഓഫ് ദ മേക്കർ, സൃഷ്ടാവിൻ്റെ ഫിംഗർ പ്രിൻറ്റിൻ്റെ അടയാളമാണെന്നാണ് താൻ പറഞ്ഞത്. ഇനി അഞ്ചാമത്തെയാണ് ഐൻസ്റ്റീൻസ് തിയറി ഓഫ് ജനറൽ റിലേറ്റിവിറ്റി. ആൽബർട്ട് ഐൻസ്റ്റൈന് മുമ്പ് പല ശാസ്ത്രജ്ഞന്മാരും കരുതിയിരുന്നത് ഈ പ്രപഞ്ചം സ്റ്റാറ്റിക് ആണ്, അതായത് അനങ്ങാതിരിക്കുകയാണെന്നും അത് ശാശ്വതമാണെന്നും. പക്ഷേ ഐൻസ്റ്റീൻ തൻ്റെ ആ തിയറി ഓഫ് ജനറൽ റിലേറ്റിവിറ്റി കണ്ടുപിടിച്ചപ്പോൾ വലിയ ഒരു ഞെട്ടിക്കുന്ന കൺക്ലൂഷനാണ് എല്ലാവർക്കും ലഭിച്ചത്. ഈ പ്രപഞ്ചം സ്റ്റാറ്റിക്കായിട്ടിരിക്കാൻ, അതായത് അനങ്ങാതിരിക്കാൻ സാധിക്കില്ല. ഒന്നുകിൽ അതിന് എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് കൺട്രാക്ട് ചെയ്യണം. പിന്നീടുള്ള ഒബ്സർവേഷൻസ് കൺഫേം ചെയ്തു ഈ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനൊരു ഉത്ഭവം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത് ശാശ്വതമല്ല. ഈ ഒരു തിയറി 5 ഡെസിമൽ പ്ലേസിനനുസരിച്ചുള്ള രീതിയിൽ തന്നെ വെരിഫൈ ചെയ്ത ഒരു കാര്യമാണ്. അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സമയത്തിനും സ്ഥലത്തിനും ദ്രവ്യത്തിനും ഒരു അബ്സല്യൂട്ട് തുടക്കം ഉണ്ടായേ പറ്റൂ. അത് ആ തിയറി കാണിക്കുന്നത് സ്പേസ്, ടൈം ആൻഡ് മാറ്റർ, അതായത് സ്ഥലവും സമയവും ദ്രവ്യവും കോറിലേറ്റീവാണ്, അതായത് ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ഒന്ന് വേണമെങ്കിൽ മറ്റേത് രണ്ടും നിർബന്ധമായി ഉണ്ടായിരിക്കണം. അതായത് ഒരെണ്ണമില്ല എങ്കിൽ മറ്റേത് രണ്ടുമില്ല. അങ്ങനെ ഒരു ബന്ധമാണ്. അപ്പോൾ എങ്ങനെയാണ് സ്ഥലം ഇല്ലാതെ ദ്രവ്യം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടാകേണ്ടത്? കാരണം ആ ഒരു സ്ഥലത്തിലോട്ടല്ലേ ആ ദ്രവ്യത്തെ ഇറക്കി വെക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ തിയറി പറയുന്നതിനനുസരിച്ച് ഈ മൂന്നും, സ്ഥലവും സമയവും ദ്രവ്യവും, ഇത് മൂന്നും ഒരുമിച്ച് തന്നെ ഉണ്ടാക്കപ്പെടേണ്ട വസ്തുക്കളാണ്. അപ്പോൾ ഇവയായിരുന്നു എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചം ശാശ്വതമല്ല എന്ന് പറയുന്നതിൻ്റെ 5 സയൻറ്റിഫിക് കാരണങ്ങൾ. പക്ഷേ ഇനിയിപ്പം നാളെ എന്ന് പറയുന്ന ഒരു ദിവസത്തിൽ ഈ സയൻറ്റിഫിക് തിയറിയെ എല്ലാം മറിച്ച് കളഞ്ഞാലോ? കാരണം സയൻറ്റിഫിക് തിയറികളൊക്കെയും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വേറൊരു പുതിയ തിയറി വരുമ്പോൾ പഴയ തിയറിയെ കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെ മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ അങ്ങനെ വന്നാൽ ഒരു ഉത്ഭവമുണ്ട്, ഈ പ്രപഞ്ചം ശാശ്വതമല്ല എന്ന് പറയുന്ന ഒരു കാര്യം, ആ ഒരു കേസ് ഇല്ലാതാകുമോ? ഒരിക്കലുമില്ല. കാരണം സയൻറ്റിഫിക് ഡിസ്കവറികൾ അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളും തിയറീസിനെയും ആശ്രയിക്കാത്ത ഒരു വസ്തുതയാണ് ഫിലോസഫിക്കൽ ആർഗ്യുമെൻറ്റ്സ്. ആൻഡ് അതാണ് 6ാമത്തെയും ഏറ്റവും ശക്തമായിട്ടുള്ള വാദവും. അത് കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റാണ്. നിങ്ങൾ ഈ ടൈം ലൈനെ നോക്കി, നിങ്ങൾക്ക് ഇന്ന്, ഇന്നലെ, ഇന്നലേക്ക് മുമ്പുള്ള ദിവസം, തലയാഴ്ച, അങ്ങനെ അതങ്ങ് പുറകോട്ട് അങ്ങ് പോവുകയാണ്. ഇവിടെയാണ് ചോദ്യം. ഈ ടൈം ലൈൻ ഭൂതകാലത്തിലേക്ക് അനന്തമായിട്ടുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് നീങ്ങുമോ? ഇന്ന് എന്ന് പറയുന്ന ദിവസത്തിന് മുമ്പ് അനന്തമായിട്ടുള്ള ദിവസങ്ങളുടെ എണ്ണമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം ഭൂതകാലം യഥാർത്ഥത്തിൽ അനന്തമായി കിടക്കുകയാണെങ്കിൽ ഇന്ന് എന്ന് പറയുന്ന ദിവസം ഒരിക്കലും വരികയില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, അനന്തത, ഇൻഫിനിറ്റി മുതൽ 0 വരെ എണ്ണാൻ പറ്റുമോ? നിങ്ങൾക്ക് എണ്ണിത്തീരാൻ സാധിക്കില്ല.
അതുപോലെ തന്നെയാണ് ഇന്ന് എന്ന് പറയുന്ന ദിവസത്തിന് മുമ്പ് അനന്തമായ ദിവസങ്ങൾ ഉണ്ട് എങ്കിൽ ഇന്ന് എന്ന് പറയുന്ന ദിവസം ഒരിക്കലും വരില്ല. പക്ഷെ ഇന്ന് എന്ന് പറയുന്ന ദിവസം ഇന്നിവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭൂതകാലം അനന്തമല്ല, ഇൻഫിനിറ്റ് അല്ല. ഇന്ന് എന്ന് പറയുന്ന ദിവസത്തിന് മുമ്പ് പരിമിതമായിട്ടുള്ള എണ്ണപ്പെട്ട കുറച്ച് ദിവസങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം ഭൂതകാലം എന്ന് പറഞ്ഞാൽ പരിമിതമാണ്, ഫൈനൈറ്റാണ്. ആൻഡ് ഭൂതകാലം ഫൈനൈറ്റ് ആണെങ്കിൽ സമയത്തിന് തന്നെ ഒരു ഉത്ഭവം ഉണ്ടായിട്ടുണ്ട്. ആൻഡ് സമയത്തിന് ഒരു ഉത്ഭവം ഉണ്ടെങ്കിൽ എന്തിൻ്റെ കാരണത്താലാണോ ആ സമയം എന്ന് പറയുന്ന ആ ഘടകം ഉണ്ടായത്, ആ ഒരു ഉണ്ടാക്കിയ വ്യക്തിയോ എന്താണെങ്കിലും അത് ഈ സമയത്തിൻ്റെ മണ്ഡലത്തിൻ്റെയും പുറത്താണ്. ഇറ്റ് മസ്റ്റ് എക്സിസ്റ്റ് ഔട്ട്സൈഡ് ഓഫ് ടൈം. അതായത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ടൈംലെസ്. സമയത്തിൻ്റെ മണ്ഡലത്തിൻ്റെയും പുറത്താണ് ആ സമയത്തെയുമൊക്കെ ഉണ്ടാക്കിയ വ്യക്തി. അവിടെ നിന്നാണ് സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം, ആരാണ് ഈ ടൈംലെസ് ആയിട്ടുള്ള ബീയിങ്ങിനെ ഉണ്ടാക്കിയത്? അതല്ലേ പലരും ചോദിക്കുന്നത്. കാരണം എനിത്തിങ് ദാറ്റ് ബിഗിൻസ് ടു എക്സിസ്റ്റ് നീഡ്സ് എ കോസ്. എന്തെങ്കിലും ഉത്ഭവിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. പക്ഷേ ഒരു ടൈംലെസ് ബീയിങ്, സമയത്തിൻ്റെ മണ്ഡലത്തിൻ്റെയും പുറത്തുള്ള ആ ബീയിങ് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അതായത് ഉണ്ടാക്കപ്പെട്ടിട്ടില്ല. അത് അൺക്രിയേറ്റഡ് ആണ്, സൃഷ്ടിക്കപ്പെടാത്ത എന്തോ ആണ് ആ പറയുന്ന ടൈംലെസ് ബീയിങ്. യു സി, നമുക്കിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള രീതി, അതായത് അനന്തമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഒരു റിഗ്രസ് ഓഫ് കോസസ്, അതായത് എന്ത് കാരണത്താലാണ് അതുണ്ടായത്, എന്ത് കാരണത്താലാണ് അതുണ്ടായത്, അങ്ങനെ പുറകോട്ട് അനന്തമായിട്ടുള്ള രീതിയിൽ പോകാൻ പറ്റില്ല. ദർ മസ്റ്റ് ബി ആൻ അൺകോസ്ഡ് ഫസ്റ്റ് കോസ്. കാരണം കൂടാതെ നിലനിൽക്കുന്ന ഒരു ആദ്യത്തെ ഒരു കോസ് ഉണ്ട്. ആൻഡ് ഇതാണ് കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഈ പ്രപഞ്ചം ശാശ്വതമല്ല. സയൻസ് വിരൽ ചൂണ്ടുന്നത് ഒരു ഉത്ഭവത്തിലേക്കാണ്. ഫിലോസഫി വിരൽ ചൂണ്ടുന്നത് ഒരു തുടക്കക്കാരനിലേക്കാണ്. ആൻഡ് റിമാർക്കബിളി ഈ മോഡേൺ സയൻസിൻ്റെയും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആ തുടക്കക്കാരൻ ആരെന്നുള്ളത് ബൈബിൾ ഐഡൻറ്റിഫൈ ചെയ്തതാണ്. ആദിയിൽ ദൈവം ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് ദൈവമാണ്. പക്ഷേ ഈ പ്രപഞ്ചത്തിൻ്റെയും പുറത്താണ് ദൈവത്തിൻ്റെ മണ്ഡലം. അവിടുന്ന് സമയവും സ്ഥലവും ദ്രവ്യത്തിൻ്റെയും പുറത്താണ് വസിക്കുന്നത് എന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷെ ബൈബിൾ അവിടെ കൊണ്ടൊന്നും നിർത്തുന്നില്ല. അതിലും അപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ ബൈബിൾ പറയുന്നു. ഈ പ്രപഞ്ചത്തിന് ഒരു ഉത്ഭവമുണ്ട് എന്ന് പറയുന്ന കാര്യത്തിൽ മാത്രമല്ല ബൈബിൾ പറയുന്നത്, ഈ പ്രപഞ്ചത്തിനൊരു അവസാനമുണ്ട് എന്നും കൂടി ബൈബിൾ പറയുന്നു. അപ്പോസ്തലനായ പത്രോസ് തന്നെ പറഞ്ഞത്, ഈ സ്വർഗങ്ങളെല്ലാം തന്നെ വലിയ ഒരു മുഴക്കത്തെങ്കിൽ നീങ്ങി മാറിപ്പോകും. ഈ ലോകത്തിൻ്റെ എലമെൻസ് എല്ലാം തന്നെ വലിയ ചൂടിൽ ഉരുകിപ്പോകും. ദൈവം പുതിയ ആകാശങ്ങളെയും പുതിയ ഭൂമിയും കൊണ്ടുവരും എന്ന് വേദപുസ്തകം പറയുന്നു. അതുപോലെ തന്നെ എബ്രായർക്ക് എഴുതുമ്പോൾ ആ എഴുത്തുകാരൻ പറയുകയാണ്, അവയെല്ലാം പെരിശയും, അതായത് ഈ ഭൂമിയിൽ കാണുന്ന സകലതും നശിച്ചു പോകും, പക്ഷെ നീയോ എന്നേക്കും നിലനിൽക്കും. അതായത് ദൈവം എന്നേക്കും നിലനിൽക്കും. ഒരു തുണിയെ ചുരുട്ടിയെടുക്കുന്നത് പോലെ ഇതിനെ എല്ലാം ചുരുട്ടിയെടുക്കുന്ന ഒരു നാൾ വരും. അതായത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചം എറ്റേണൽ അല്ല, ശാശ്വതമല്ല. കാരണം ദൈവം ഈ കാണുന്ന ഈ അവസ്ഥയിൽ ഈ പ്രപഞ്ചം ശാശ്വതമായിരിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. ഈ പ്രപഞ്ചത്തിന് ഒരു ഉത്ഭവമുണ്ട്. കാരണം ദൈവമാണ് ഇതിനെ ഉണ്ടാക്കിയത്. ആൻഡ് ഈ ദൈവം ഇതിനെ ഉണ്ടാക്കിയെങ്കിൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിന് ഒരു അവസാനവുമുണ്ട്. ആൻഡ് അതിനുശേഷമാണ് ദൈവം ആ പുതിയ ആകാശങ്ങളെയും പുതിയ ഭൂമിയെയും കൊണ്ടുവരികയും അവിടെ നീതി വസിക്കും എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ചോദ്യം ഈ പ്രപഞ്ചം ശാശ്വതമാണോ ഇല്ലയോ എന്നുള്ളതല്ല. ഏറ്റവും വലിയ ചോദ്യം, ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ, നിലനിർത്തുന്ന, ഒരു നാൾ ഇതിനെ പുതുക്കാൻ പോകുന്ന യഥാർത്ഥ ദൈവത്തെ, നിത്യനായ ദൈവത്തെ നിങ്ങൾക്കറിയാമോ എന്നുള്ളതാണ് യഥാർത്ഥ ചോദ്യം. ഈ ബൈബിൾ പറയുന്നത് ആ നിത്യനായ ദൈവം സ്വയം വെളിപ്പെടുത്തിയത് യേശുക്രിസ്തുവിലാണ്. ആൻഡ് യേശു തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിങ്കിലേക്ക് വരികയില്ല. യേശുവാണ് ഉത്ഭവവും അവസാനവും. ഇതുവരെ നിങ്ങൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ എൻകറേജ് ചെയ്യുന്നത്, ഇന്ന് യേശുവിനെ അന്വേഷിക്കുക, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക, യേശുവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കാൻ സമർപ്പിക്കുക. ആമേൻ. നിങ്ങളെ സഹായിക്കാനായിട്ടുള്ള ചില സന്ദേശങ്ങളുടെ ലിങ്കുകളും കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.
അതുപോലെ ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ചേർന്ന് കാണുന്ന ബെൽ ബട്ടണൂടെ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്യുക. എൻ്റെ ഒരു കാര്യം കൂടെ, നമ്മുടെ ടെലഗ്രാം ചാനലിലും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്ത് വെച്ചേക്കണം. ഇതുപോലെ സന്ദേശങ്ങളുടെ ലിങ്കുകൾ ബാക്കപ്പ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ടെലഗ്രാമിലേക്കും കൂടെ ഡെലിവേർഡ് ആകണമെങ്കിൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.